2025 ജനുവരി 20 ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായി അധികാരത്തിലെത്തിയത്. അന്നു മുതൽ പല നിയമങ്ങളും ട്രംപ് കൊണ്ടുവരാൻ തുടങ്ങി. അതിൽ കുടിയേറ്റ നിയമങ്ങൾ മുതൽ രാജ്യങ്ങൾക്ക് അന്യായമായി തീരുവ അടിച്ചേൽപ്പിക്കുന്നത് വരെ നമ്മൾ കണ്ടതാണ്. കുടിയേറ്റ നിയമങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഏറെ കർശനമാക്കിയിരുന്നു കുടിയേറ്റ നിയമങ്ങൾ. അനധികൃത കുടിയേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് പുറമെ H-1B വിസ പോലുള്ള വിദേശ തൊഴിലാളികൾ ഏറെ ആശ്രയിക്കുന്ന, പ്രത്യേകിച്ച് ടെക് കമ്പനീസ് ഒക്കെ ആശ്രയിക്കുന്ന അത്തരം വിസയുടെ ഫീസ് 1 ലക്ഷമായി ഉയർത്തി. അതിനെതിരെ കർശനമായ നടപടികളും പരിശോധനകളും, അങ്ങനെ മൊത്തത്തിൽ ഒരു വിറപ്പിക്കൽ കലാപരിപാടിയാണ് കഴിഞ്ഞ 1 വർഷമായിട്ട് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. അമേരിക്കക്കാർക്കിടയിൽ പോലും ട്രംപിന് ജനസമ്മതി കുറഞ്ഞതായി വാൾസ്ട്രീറ്റ് ജേർണലിന്റെ ഈ അടുത്ത കാലത്തെ ഒരു സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അമേരിക്കക്കാർക്ക് പോലും ട്രംപിനെ മടുത്ത ഒരവസ്ഥയാണ്. ആ രീതിയിലാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ പോക്ക്. ഇതിനെല്ലാം പുറമെ എപ്സ്റ്റീൻ ഫയലിൽ ട്രംപിന്റെ പേരും ഫോട്ടോയും ദൃശ്യങ്ങളും എല്ലാം പുറത്തു വന്നിരുന്നു. അങ്ങനെ മറ്റൊരു വിവാദം ഒരു വശത്ത്. ഈ കുടിയേറ്റ നിയമങ്ങളുടെ കാര്യം പറഞ്ഞാൽ ശരിക്കും മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന ഒരു രീതിയിലായിരുന്നു ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾ. അമേരിക്കയെ മൊത്തത്തിൽ നന്നാക്കാം എന്നാണ് ട്രംപ് പറയുന്നതെങ്കിലും അതിന്റെ കാര്യങ്ങൾ അങ്ങനെയല്ല. അതായത് സാധാരണ ഈ പട്ടിയും പൂച്ചയൊക്കെ ചാക്കലും കവറിലും ഒക്കെ കെട്ടി പലരും പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട്. അതിനേക്കാളൊക്കെ വളരെ മോശമായിട്ടാണ് ഈ അനധികൃത കുടിയേറ്റക്കാരെ ട്രംപ് നാട് കടത്തിയത്. ചങ്ങലയൊക്കെ വെച്ച് വല്ലാത്തൊരു അവസ്ഥയിൽ നമ്മൾ കണ്ടതാണ് അതിന്റെ കാഴ്ചകൾ. യാതൊരു രീതിയിലുള്ള മാനുഷിക പരിഗണനയും നൽകാതെയൊക്കെയാണ് അമേരിക്ക ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പട്ടിയും പൂച്ചയൊക്കെ ചാക്കിൽ കെട്ടി കൊണ്ട് കളയുന്നത് പോലെ ഈ അനധികൃത കുടിയേറ്റക്കാരെയും മറ്റുമൊക്കെ അമേരിക്ക നാട് കടത്തിയ ഒരു രീതിയുണ്ട്. അപ്പൊ അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുക, അല്ലെങ്കിൽ അവരെ രാജ്യത്ത് നിന്ന് ഒഴിവാക്കേണ്ടതാണെങ്കിൽ ഒഴിവാക്കണം. പക്ഷെ അതിന് മാന്യമായ ഒരു രീതിയുണ്ട്. മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് വേണം അത്തരം പ്രവൃത്തിയൊക്കെ ചെയ്യാൻ. അപ്പോൾ ഈ ട്രംപിന്റെ കുടിയേറ്റ നിയമങ്ങൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ആ സമയത്ത് ഉയർന്നിരുന്നു. പക്ഷെ എങ്കിലും ട്രംപ് കുടിയേറ്റ നിയമങ്ങളുമായി ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വരുന്നത്. ആ ഉത്തരവ് ട്രംപിനുള്ള തിരിച്ചടിയാണ്. അതായത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതു മുതൽ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കിയതിലെ ചില തിരിച്ചടികൾ ട്രംപ് ഇപ്പോൾ നേരിടുന്നുണ്ട് എന്ന് ചുരുക്കം. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വിവിധ നഗരങ്ങളിൽ റെയ്ഡ് നടത്തി ആയിരക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ ശിക്ഷാ കാലാവധിക്ക് ശേഷം അമേരിക്കയിൽ നിന്ന് നാട് കടത്തുന്നതാണ് പതിവ് രീതി. എന്നാൽ കുടിയേറ്റക്കാരെ മാത്രം രാജ്യത്തേക്ക് നാട് കടത്തുന്നതിന് പകരം അവരുമായി ബന്ധമില്ലാത്ത മറ്റൊരു രാജ്യത്തേക്ക് നാട് കടത്താനുള്ള നീക്കവും ഹോംലാൻഡ് സെക്യൂരിറ്റി ആരംഭിച്ചിരുന്നു. എന്നാൽ ഇതിനിപ്പോൾ ഫെഡറൽ കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും അവരുടെ സ്വന്തം രാജ്യമല്ലാത്ത 3ാം രാജ്യങ്ങളിലേക്ക് നാട് കടത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ വിവാദ നയം നിയമവിരുദ്ധമാണെന്ന് US ഫെഡറൽ കോടതി വിധിച്ചു. മതിയായ നോട്ടീസോ പരാതിപ്പെടാനുള്ള അവസരമോ നൽകാതെ കുടിയേറ്റക്കാരെ ഇത്തരത്തിൽ അയക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഭരണകൂടത്തിന്റെ ഈ നടപടി കുടിയേറ്റ നിയമങ്ങളുടെയും ഭരണഘടനാപരമായ അവകാശങ്ങളുടെയും ലംഘനമാണെന്നാണ് കോടതി എടുത്തു പറഞ്ഞത്. കഴിഞ്ഞ വർഷം ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിനെതിരെ ഒരു കൂട്ടം കുടിയേറ്റക്കാർ ഫയൽ ചെയ്ത ഹർജിയിലാണ് ഈ നിർണായക വിധി വന്നത്. സ്വന്തം രാജ്യത്ത് പീഡനമോ ഭീഷണിയോ നേരിടുന്നതിനാൽ അവിടെ നിന്ന് പലായനം ചെയ്തവരെ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാതെ മറ്റു രാജ്യങ്ങളിലേക്ക് നാട് കടത്തുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് കോടതി ഉത്തരവിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കേണ്ടതാണെങ്കിൽ ഒഴിപ്പിക്കുക തന്നെ വേണം. പക്ഷെ അതിന് ഒരു രീതിയുണ്ട്. മനുഷ്യത്വപരമായിട്ടുള്ള ഒരു രീതിയിലൂടെ വേണം അത് ചെയ്യേണ്ടത്. മാനുഷിക പരിഗണന എല്ലാവരും അർഹിക്കുന്നുണ്ട്. അത് നടപ്പിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് ഭരണകൂടത്തിന് നടപടി എടുക്കാവുന്നതാണ്. പക്ഷെ അത്തരത്തിലുള്ള നടപടിയൊന്നും അല്ല ട്രംപ് ഭരണകൂടം സ്വീകരിച്ചു വന്നത് ഈ കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ. മതിയായ നോട്ടീസ് നൽകാതെയും ആക്ഷേപങ്ങൾ കേൾക്കാതെയും ഒരാളെ അപരിചിതമായ മറ്റൊരു രാജ്യത്തേക്ക് അയക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന ഡ്യൂ പ്രോസസ് അവകാശത്തിന്റെ ലംഘനമാണെന്ന് കോടതി സൂചിപ്പിച്ചു. ട്രംപ് ഭരണകൂടം അടുത്തിടെ ക്യൂബ, ലാവോസ്, മെക്സിക്കോ, മ്യാൻമാർ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ആഭ്യന്തര യുദ്ധം തകർത്ത തെക്കൻ സുഡാനിലേക്ക് നാട് കടത്താൻ ശ്രമിച്ചതാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയത്. വെറും 24 മണിക്കൂർ മാത്രം നോട്ടീസ് നൽകി കുടിയേറ്റക്കാരെ വിമാനത്തിൽ കയറ്റി അയക്കാനായിരുന്നു നീക്കം. എന്നാൽ കോടതി ഇടപെടലിനെ തുടർന്ന് ഈ വിമാനം ജിബൂട്ടിയിലെ US നാവിക താവളത്തിലേക്ക് തിരിച്ചുവിടേണ്ടി വന്നു.
അവിടെ തടവുകാരെ പോലെ ഷിപ്പിംഗ് കണ്ടെയ്നറുകളിൽ മനുഷ്യത്വരഹിതമായ സാഹചര്യത്തിലാണ് ഇവരെ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് കോടതി രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടം ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് സൂചന നൽകിയിട്ടുണ്ട്. കുറ്റവാളികളായ നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ പുറത്താക്കാൻ തങ്ങൾക്ക് ഭരണഘടനാപരമായ അധികാരമുണ്ടെന്നാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ വാദം. മൂന്നാം രാജ്യങ്ങൾ ഇത്തരക്കാരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അവർ ഉറപ്പു നൽകുന്നുണ്ടെന്ന് ട്രംപ് ഭരണകൂടം വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ ഉറപ്പുകൾ എത്രത്തോളം വിശ്വസനീയമാണെന്നും ആരാണ് ഇതിന് മറുപടി നൽകേണ്ടതെന്നും കോടതി ചോദിച്ചു. വിവിധ കുടിയേറ്റ വിരുദ്ധ നടപടികളുമായി മുന്നോട്ടു പോകുന്ന ട്രംപ് ഭരണകൂടത്തിന് കോടതിയുടെ ഈ ഉത്തരവ് വലിയ തിരിച്ചടിയാണ്. ലാറ്റിൻ അമേരിക്കൻ, ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ചേർന്ന് ഇത്തരം നാട് കടത്തലുകൾക്കായി ട്രംപ് കരാറുകളിൽ ഏർപ്പെട്ടിരുന്നു. കോടതി വിധി നിലവിൽ വന്നതോടെ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കാതെ ആരെയും മൂന്നാം രാജ്യങ്ങളിലേക്ക് അയക്കാൻ സർക്കാരിന് സാധിക്കില്ല. അതെ, ട്രംപിന്റെ ഈ കുടിയേറ്റ നയങ്ങൾക്കെതിരെ കോടതി തൽക്കാലത്തേക്ക് ഒരു വിലങ്ങ് തടിയിട്ടിരിക്കുന്നു. പക്ഷെ ട്രംപ് ഭരണകൂടം സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും ഇപ്പോഴത്തെ വിധി ട്രംപിന് തിരിച്ചടി തന്നെയാണ്. കുറച്ചുകൂടി മനുഷ്യത്വരഹിതമായ രീതിയിൽ നാടുകടത്തലും രാജ്യത്ത് നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കലും എല്ലാം ആവാം. പക്ഷെ 24 മണിക്കൂർ മാത്രം നോട്ടീസ് നൽകി പെട്ടെന്ന് ഈ ആളുകളെ മനുഷ്യത്വരഹിതമായ രീതിയിൽ നാട് കടത്തുന്നതിനോട് നമുക്ക് ഒരു രീതിയിലും യോജിക്കാൻ സാധിക്കില്ല. എല്ലാവരും മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ട്. അമേരിക്കയാണ്, അവിടെ അമേരിക്കയുടേതായ നിയമങ്ങളാണ്, എല്ലാം ശരിയാണ്. പക്ഷെ മനുഷ്യരാണല്ലോ, മാനുഷിക പരിഗണന എന്നുള്ളത് എല്ലാ രീതിയിലും നൽകിക്കൊണ്ടാവണം ഇത്തരം നടപടികൾ ഭരണകൂടം നടത്തേണ്ടത് അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ടത്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം 24 മണിക്കൂർ നോട്ടീസും കൊടുത്ത് പുറത്താക്കുന്ന രീതി ഒരു രീതിയിലും അംഗീകരിക്കാനാവുന്നതല്ല. എന്തായാലും ഇപ്പോഴത്തെ വിധി ട്രംപിന് തിരിച്ചടി തന്നെയാണ്.